നമ്മൾ വൺ പൊറോട്ട കഴിക്കാൻ വന്നിരിക്കുകയാണ് മധുരയിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ മധുരൈ. നമ്മുടെ കൃഷ്ണനെ കൊണ്ട് കൂടെ അന്നാണ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ന് ഒരു അടിച്ചു പൊളിച്ചും ഒരു പ്ലാസ്റ്റിക് ഡേ ആണ്. വൺ പൊറോട്ട കഴിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഓണറായ കറുപ്പണ്ണ കയ്യിൽ കൊടുത്ത് നമ്മളങ്ങനെ വൺ പൊറോട്ട കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ വൺ പൊറോട്ട അടിക്കുന്നത് ഇത് നോക്കി എങ്ങനെയാണെന്ന്. നല്ല വീശി അടിക്കുന്നത് കണ്ടോ. നമ്മുടെ അത് അടിച്ചിട്ട് ഇത് ലോക്കിംഗ് ഉണ്ട്. ആ ലോക്കിംഗ് ആണ് നമുക്ക് ആ ബണ്ണായിട്ട് വരുന്നത്. കണ്ടില്ലേ, സെൻട്രി കണ്ടില്ലേ. മധുര വന്നു കഴിഞ്ഞാലേ മീനാക്ഷി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. കറുപ്പണ്ണയുടെ വൺ പൊറോട്ടക്കട ഏതാണെന്ന് ചോദിച്ചാൽ അവർ അവിടെ തന്നെ കൊണ്ടാക്കും. ഇത് മധുരൈ ശാസ്തമംഗലം കല്ലാർ റോഡ് മണഗിരി എന്ന സ്ഥലത്താണ് നിലവിലുള്ളത്. എന്ത് രസമാണെന്ന് നോക്കി ആ വീശടി കണ്ടില്ലേ. സെൻറ്ററിൽ അടിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യും. ആ ലോക്കിംഗ് ആണ് ആക്ച്വലി ബണ്ണായിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇതിനൊക്കെ ബണ്ണ് വരുന്നത് ആ ലോക്കിങ്ങിലാണ്. അല്ലേ, നല്ല വീശി അടിച്ചു. അതിനുശേഷം മടക്കി ലോക്കിങ്. ആണെങ്കിൽ ദോശ റെഡിയാണ്. ഇതിനകത്ത് പല വെറൈറ്റി ഉണ്ട്. മട്ടൻ ഓംലെറ്റ് ദോശയുണ്ട്, ചിക്കൻ ഓംലെറ്റ് ദോശയുണ്ട്. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇങ്ങനെ അമർച്ചിടുമ്പോഴേ കണ്ടില്ലേ, നല്ല ഫ്രൈ ആയിട്ട് എടുക്കും. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് പൊറോട്ട കഴിക്കണമെങ്കിൽ മധുരയിൽ നമ്മുടെ ഈ കടയിൽ വരിക. വെരി ഗുഡ്, നൈസ് പ്ലേസ്, നീറ്റ് ആൻഡ് ടൈഡി, വെരി ഗുഡ്. നല്ല ഇങ്ങനെ അടിച്ചുടച്ച് ഇല്ലേ. ഇങ്ങനെ കൊട്ടയിട്ട് വെക്കുകയാണ്. ഭയങ്കര റഷാണ് അവിടെ ഇല്ലേ, ഫുള്ള ആളാണ്. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ നമ്മുടെ ചെങ്കോട്ടയിലെ ബോട്ട ചിക്കൻ കടയില്ലേ, അതേ ഒരു സെറ്റപ്പാണ്. മട്ടൻ കറിയും ചിക്കൻ തോരനും മട്ടൻ ചുക്കയും എല്ലാം തന്നെ. പൊറോട്ട ഓർഡറാക്കി. ഈ വൺ പൊറോട്ട ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിങ്ങനെ ഇങ്ങനെ ലെയറായിട്ട് വരും. അതല്ലേ, ഭയങ്കര രസം കേട്ടോ. നല്ല ക്രിസ്പി കേട്ടോ. പുറം മൊത്തം നല്ല മൊരിഞ്ഞു. നമ്മുടെ ഇത് മട്ടൻ ചുക്കയാണ്. മട്ടൻ ചുക്ക ഫ്രൈ ആണ് കേട്ടോ. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാം. ഇത് തന്നെ ഇത് പറയാ. മട്ടൻ ഇത് ഇപ്പോൾ വന്നതാണ്. പെപ്പറി ചിക്കൻ. നമ്മുടെ കേരള ഫ്ലേവറില്ല, ബട്ട് നല്ല ഒരു മസാലയുടെ ഒരു എഫക്റ്റും നല്ല വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഫുഡാണ്. അതല്ല മട്ടൻ കറിയാണ് കേട്ടോ. മട്ടൻ കറി ഇത് കറിയാണ്. എനിക്ക് അതേക്കാളും ഇഷ്ടപ്പെട്ടത് മട്ടൻ്റെ ചുക്കയാണ്. ഫ്രൈ ആയതുകൊണ്ട് ടേസ്റ്റിയാണ്. അല്ല അല്ലേ. നമ്മുടെ സെക്കൻഡ് ഫുഡ് കൊത്തു പൊറോട്ട, ചിക്കൻ കൊത്തു പൊറോട്ട. എന്നാ അടി
കൊത്തുപാട്ട അടിച്ച് സെറ്റാക്കുന്നത് കേട്ടില്ലേ? നല്ല ഫ്ലേവർ, നല്ല മസാല ഫ്ലേവറുണ്ട്, സ്പൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ്. അപ്പോൾ നമ്മുടെ കറിദോശ വന്നിരിക്കുകയാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റാണ് നമ്മുടെ ഈ മൺകോട്ട കടയിൽ. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. ഇതിൽ മുട്ട, ചിക്കൻ, ഇത് മട്ടൻ ഫ്ലേവർ വേറെ ഉണ്ട്. ബട്ട് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് മുട്ടയും ചിക്കനുമാണ്. സൂപ്പർ, അടിപൊളി. അങ്ങനെ ഓണറായ കറുപ്പണ്ണയെ കയ്യെ കൊടുത്തുകൾ പിരിയുകയാണ്. പോകുന്ന വഴിക്ക് ചില കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടിച്ചു പൊളിക്കാം, ഒരുമിച്ച് യാത്ര ചെയ്യാം. ഓക്കെ, ബൈ. കോഴി സോഡ, മധുരയിലെ കോഴി സോഡ കുടിച്ചിട്ട് വർഷങ്ങളായി. നാട്ടിൽ കുടിച്ച മധുര വന്ന് ലെമൺ കോഴി സോഡ. അങ്ങനെ ഞങ്ങൾ മധുര യാത്രയ്ക്ക് തിരിച്ചു വരുമ്പോഴേ അനേകം ബ്രാഞ്ചസ് ഉള്ള ഒരു കോഫി ഷോപ്പ് കാണാനിടയായി. ടെമ്പിൾ സിറ്റി എന്നാണ് ആ കോഫി ഷോപ്പിൻ്റെ പേര്. കയറി ചെല്ലുമ്പോൾ തന്നെ കസ്റ്റമറെ നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ നല്ലൊരു ശേഖരണം തന്നെ ഉണ്ടായിരുന്നു അവിടെ. സ്വർണ്ണപ്പെട്ടികൾ, സ്വർണ്ണമൊക്കെ ഉള്ളവർക്ക് സൂക്ഷിച്ചു വെക്കാം. അതോടൊപ്പം വള, ഇതെല്ലാം മണ്ണിലുണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് പ്രത്യേകത. ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മാച്ചിങ് ഉള്ള ഡ്രസ്സുമായിട്ട് ഇടാൻ വേണ്ടി നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മൺചട്ടികളും മൺ ഗ്ലാസ്സുകളും ഉണ്ട്. നമുക്ക് ചായ കുടിക്കാനേ, ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നവർക്ക് ഇടയ്ക്കുള്ള ചായക്ക് ഗ്ലാസ്സൊക്കെ എടുത്ത് നമുക്കിങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ഇങ്ങനെ ഇതിൽ ചായയൊക്കെ ഇട്ട് കുടിക്കുക. അപ്പം നല്ല നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മൺപാത്രങ്ങൾ, പ്രഷർ കുക്കർ വരെ ഉണ്ട് കേട്ടോ. ഈ മൺചട്ടിക്കകത്ത് മണ്ണിലുണ്ടാക്കിയ പ്രഷർ കുക്കർ വരെ ഉണ്ട്, കണ്ടില്ലേ? ഭയങ്കര രസമല്ല? ഇതിനകത്താണ് അവരുടെ കോഫി ഷോപ്പ്. നൈസ് ഫുഡ്, എവരിത്തിങ് നന്നായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മധുരയോട് വിട പറയുകയാണ്. അടുത്ത ഒരു അതിമനോഹരമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മധുരയോട് വിട പറയുമ്പോൾ സങ്കടമുണ്ട് എങ്കിൽ തന്നെയും സന്തോഷപ്രദമായ 3-4 നാളുകളായുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ സ്വന്തം SP സൈനിങ് ഓഫ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് മീ. താങ്ക് യു.